മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന CR രാധാകൃഷ്ണൻ നായർ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. 32 വർഷത്തെ സർവീസ് എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ ദേവസ്വം ബോർഡിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, പ്രൊമോഷൻ ചാൻസ് എന്താണ് ജോലി, എവിടേക്കാണ് ജോലി കിട്ടാൻ പോകുന്നത്, ട്രാൻസ്ഫർ എങ്ങനെയായിരിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ ചെറിയ ചെറിയ ഡൗട്ട്സ് മുതൽ വലിയ ഡൗട്ട്സ് വരെ നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ബോക്സിൽ കമന്റ് ബോക്സിൽ ഇട്ടിരുന്ന നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ വൺസ് അഗൈൻ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. സാർ, സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. ഓക്കെ സാർ, എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സാർ. ഇപ്പൊ എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. ഇപ്പൊ KDRBയുടെ ഫോർമേഷന് മുമ്പ്, അതായത് 2016 മുമ്പൊക്കെ ആണെങ്കിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എങ്ങനെയായിരുന്നു നിയമനം നടന്നിരുന്നത്? 2016 മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അതിൻ്റെതായ ഒരു റിക്രൂട്ട്മെന്റ് റൂൾ ഉണ്ടായിരുന്നു. അത് HRA ആക്ട് അനുസരിച്ച് ബോർഡ് ഉണ്ടാക്കിയ റൂളുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് റൂൾസ്. ആ റൂൾസിൽ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുക, അത് പ്രോസസ് ചെയ്യുക, നമ്പർ കൂടുതലുണ്ട് റിട്ടേൺ ടെസ്റ്റ് നടത്തുക, ഇൻ്റർവ്യൂ നടത്തുക, സെലക്ട് ചെയ്യുക, ബോർഡ് അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുക, ചീഫ് എക്സിക്യൂട്ടീവായ ദേവസ്വം കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുക. അങ്ങനെയായിരുന്നു റിക്രൂട്ട്മെന്റ്. അപ്പൊ അതേപോലെ സാർ ഒരു ക്ഷേത്രത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? അതായത് ഒരു ക്ഷേത്രത്തിനകത്ത്, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഒരു ക്ഷേത്രത്തിനകത്ത് എത്ര ആൾക്കാരായിരിക്കും ഉള്ളത്, അല്ലെങ്കിൽ ആ പോസ്റ്റിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒന്ന്? അക്കോർഡിംഗ് ടു അത് പ്രധാനമായും ക്ഷേത്രങ്ങളെ 3-4 ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ആദ്യകാലത്ത് മൈനർ, മേജർ, പെറ്റി തുടങ്ങിയ കാറ്റഗറൈസേഷനാണ്. മഹാക്ഷേത്രങ്ങൾ അങ്ങനെ 4 കാറ്റഗറി. അപ്പോൾ ഈ ടെമ്പിൾ എംപ്ലോയീസിൻ്റെയും ഓഫീസേഴ്സിൻ്റെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് 2 വിഭാഗത്തിലാണ്. ഒന്ന്, ഈ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഇൻകം കളക്ട് ചെയ്യാനും സോർട്ട് ഔട്ട് ചെയ്യാനുമുള്ള സ്റ്റാഫ്. 2, റിച്വൽസ് സംബന്ധിച്ചുള്ള സ്റ്റാഫ്. പൂജകൾ സംബന്ധിച്ചുള്ള സ്റ്റാഫിന് പൂജയുടെ കണക്കനുസരിച്ചുള്ള സ്ട്രെങ്ത് ഉണ്ട്. അതിന് എല്ലാ ക്ഷേത്രങ്ങളിലും സ്ഥാപിച്ച കാലത്ത് ഒരു പതിവെന്ന് പറയുന്ന ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ പൂജ ഇപ്പോൾ സാധാരണ ഒരു പൂജ, ഉഷപൂജ, ഉച്ചപൂജ, എതിർത്തുപൂജ, പന്തീരടി പൂജ, അത്താഴപൂജ, ദീപാരാധന, ശ്രീബലി, ഇങ്ങനെ 5 പൂജകളുള്ള ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങളാവും. ഈ 5 പൂജകൾക്ക് ആവശ്യമുള്ള സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ പഞ്ചവാദ്യം വേണം, നാസരം വേണം, തകില് വേണം, അതുപോലെ മേൽശാന്തി വേണം, കീഴ്ശാന്തി വേണം, പിന്നെ ഈ പഞ്ചവാദ്യം വേണം. ഇങ്ങനെയുള്ള ഏതാണ്ടൊരു മഹാക്ഷേത്രങ്ങളിലാകുമ്പോൾ ഒരു 20-25 സ്റ്റാഫ് ഉണ്ടാവും. ഇൻ അഡീഷൻ ടു ദാറ്റ് ഈ ക്ഷേത്ര വരുമാനം സോർട്ട് ചെയ്യാനുള്ള സ്റ്റാഫും ഉണ്ടാവും. ഇതിന് അവിടെ ഒരു ഹെഡ് ഉണ്ടാവും. അത് മേജർ ക്ഷേത്രങ്ങളിലാണെങ്കിൽ അത് ഒരു കോടി 2 കോടിയുടെ ഇൻകം വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്ന ഗസറ്റ് റാങ്കിലുള്ള പോസ്റ്റിംഗ്. അല്ലെങ്കിൽ താഴെയാണെങ്കിൽ അത് UD ക്ലർക്ക്, ക്ലർക്ക്, പിന്നെ ജൂനിയർ സൂപ്രണ്ട്, LD ക്ലർക്ക്, അങ്ങനെ ക്ലർക്ക് കം സബ് ഗ്രൂപ്പ്. ഇപ്പോൾ വില്ലേജ് റവന്യൂ ഇൻ്റഗ്രേഷൻ പോലെ ആണ് ഇവിടെ. LD ക്ലർക്ക് കം സബ് ഗ്രൂപ്പ് ഓഫീസർമാരായിട്ടാണ് നിയമനം. അവർ 2 സർവീസിലും, ഫീൽഡ് സർവീസിലും പോകണം, ഓഫീസ് സർവീസിലും ഇരിക്കും. അപ്പോൾ LD, UD, HC, JS ആസ് ഇൻ ഗവൺമെൻറ്. അതിൻ്റെ സാലറി എല്ലാം ഗവൺമെൻറ് രീതി തന്നെ പോകും. അസിസ്റ്റൻറ്റ് കമ്മീഷണർ റാങ്ക് എന്ന് പറയുമ്പോൾ ഗസറ്റ് ഓഫീസർ. ആ റാങ്കിൽ വരുമ്പോൾ ഈ സ്കെയിൽ ഗവൺമെൻറ്റിലെ തഹസിൽദാരുടെയൊക്കെ മുകളിൽ നിൽക്കും. കാരണം HRNC സ്കെയിലാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ സ്കെയിലും അതിന് മുകളിലാണ്. കമ്മീഷണർ സ്കെയിലും അതിന് മേലില്ല. 1,18,000, 1,59,000 സ്കെയിലാണ് കമ്മീഷണർ സ്കെയിൽ. അപ്പം അങ്ങനെ പോകും. അപ്പോൾ LD, UD, HC, JS അതുവരെ ആസ് ഇൻ ഗവൺമെൻറ്. സ്കെയില്, സർവീസ് നോംസ്, സർവീസ് റെഗുലേഷൻസ്, KSR, ഡിസിപ്ലിനറി ക്ലാസിഫിക്കേഷൻ കണ്ടുള്ള അപ്പീൽ റൂൾസ് ഫോർ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്, എവറിത്തിങ് ഗവൺമെൻറ് പോലെയാണ്. പക്ഷേ റിക്രൂട്ട്മെൻറ്റ് സമയത്തുള്ള ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് മാത്രം ബോർഡിന് സെപ്പറേറ്റ്. ഗവൺമെൻറ്റിന് MOP ആണെങ്കിൽ ദേവസ്വം ബോർഡിന് SGOT സബ് ഗ്രൂപ്പ് ഓഫീസർ ടെസ്റ്റ്, അല്ലെങ്കിൽ DOT എന്ന് പറയുന്ന ഈ ദേവസ്വം ഓഫീസേഴ്സ് ടെസ്റ്റ് 3 പേപ്പർ ഉണ്ടാവും. അതിൽ 1-2 പേപ്പറുകൾ ദേവസ്വം മാനുവൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വോളിയം, റൂൾസ്, റെഗുലേഷൻസ്. അടുത്ത ഒരെണ്ണം മതം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം, ഹിന്ദുധർമ്മം, ദർശനങ്ങൾ, ഇതെല്ലാം കൂടെ. അങ്ങനെ 3 പരീക്ഷ. അങ്ങനെ പാസ്സായാലും അവർ UD ക്ലർക്ക് ആവില്ല. LD ക്ലർക്കിൽ ഈ കയറുന്ന കാറ്റഗറി തന്നെ, ഇനിഷ്യൽ കാറ്റഗറി തന്നെ ഇരിക്കും. UD ആവണമെങ്കിൽ ഗവൺമെൻറ്റിലെ പോലെ അക്കൗണ്ട് ടെസ്റ്റ് ലോവറും പാസ്സാവണം.
സാർ ഒരു LDC ആയിട്ട് അല്ലെങ്കിൽ LDC കം സബ് ഗ്രൂപ്പ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ കുറേ അധികം കുട്ടികൾ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അവർ ചെയ്യേണ്ടി വരുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ്? സാധാരണ LD ക്ലാർക്കിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കുട്ടികൾ വരുമ്പോൾ അവർക്കൊരു സാധാരണ നേരത്തെ ഒരു മാസം ട്രെയിനിങ് ഒരു നല്ല അമ്പലത്തിൽ ട്രെയിനിങ് കൊടുക്കും, ഈ ക്ഷേത്രത്തിലെ പ്രവൃത്തി ഫീൽഡിൽ. അത് കഴിഞ്ഞ് അവരെ ഒരു വിഭാഗത്തെ സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ട് മറ്റേ ഇൻഡിപെൻഡൻ്റ് ചാർജിലേക്ക് പോകും, ഒരു വിഭാഗം ഓഫീസിലെ ക്ലാർക്കായിട്ടും പോകും. അപ്പോൾ അവിടെ പോകുന്നവർക്ക് അവർക്ക് വരുമാനം അവിടെ 1 മുതൽ 25 വരെ രജിസ്റ്റേഴ്സ് ഉണ്ട് ദേവസ്വം ക്ഷേത്രത്തിനകത്ത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പിന്നെ കാഷും കൈൻറ്റും ഉണ്ട്. ഇതിനെല്ലാം വേരിയസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അത് പഠിക്കണം, അത് അന്നന്ന് ക്ലോസ് ചെയ്യണം. അത് ഇവരുടെ ഈ LD ക്ലാർക്കിൻ്റെ ശമ്പളത്തിൻ്റെ തുകയ്ക്ക് മേളി വന്നാൽ ബാങ്കിൽ റെമിറ്റ് ചെയ്യണം. ദേവസ്വം ബോർഡിൻ്റെ ബാങ്ക് ധനലക്ഷ്മി ബാങ്ക്. അപ്പോൾ അത് ചെല്ലാനിട്ട് ആ പണം കൃത്യമായി AC ഓഫീസിൽ കൊണ്ടുവന്ന് അവിടെ നമ്പർ ഇട്ടിട്ട് ബാങ്കിൽ റെമിറ്റ് ചെയ്യും. ഇത്രയും ചുമതലകളാണ്. പിന്നെ ക്ഷേത്ര കാര്യങ്ങൾ, ക്ഷേത്രത്തിൽ പൂജ നേരെ നടക്കുന്നുണ്ടോ, ക്ഷേത്രത്തിലെ ജീവനക്കാരുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും പിന്നെ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഡിസിപ്ലിനറി ആക്ഷൻ, ഇതെല്ലാം സബ് ഗ്രൂപ്പ് ഓഫീസറുടെ എന്നുവെച്ചാൽ LD കേഡറിലുള്ള സബ് ഗ്രൂപ്പ് ഓഫീസർമാരുടെ ചുമതലകളാണ് പ്രധാന. അതൊക്കെ തന്നെ ദേവസ്വം മാനുവലിലെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് വളരെ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേവസ്വം മാനുവൽ ഫസ്റ്റ് വോളിയത്തിൽ തന്നെ ഈച്ച് ആൻഡ് എവരി ഓഫീസേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി എല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എവരിത്തിങ് അവിടെ റൂളുണ്ട്. സ്റ്റോർ പർച്ചേസ് റൂളുണ്ട്, പിന്നെ ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ റൂളുണ്ട്, ടെമ്പിളിൻ്റെ റിച്വൽസ് സംബന്ധിച്ച റൂളുണ്ട്. എല്ലാം ഉണ്ട്. ഇതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് LD ക്ലർക്ക്. അപ്പോൾ ഈ LD ക്ലർക്കായിട്ട് അത് തന്നെ ചില കാറ്റഗറി വരുമാനം കൂടിയ അമ്പലങ്ങൾ UD ആവും വരുമാനത്തിൻ്റെ അടിസ്ഥാനം. ചിലത് ഹെഡ് ക്ലാർക്ക് സ്റ്റാറ്റസിലുള്ള സബ് ഗ്രൂപ്പ് ഓഫീസറായിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കൂടും. റെസ്പോൺസിബിലിറ്റി സെയിമാണ്, പക്ഷേ എന്നാലും കുറച്ചുകൂടെ വരുമാനം കൂടിയ അമ്പലമായിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇപ്പോൾ ശ്രീകണ്ഠേശ്വര അമ്പലത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 14 കോടി രൂപയാണ് അവിടുത്തെ ഇൻകം ഒരു വർഷത്തെ. അപ്പോൾ അതനുസരിച്ചുള്ള ജോലി വർക്ക്. പിന്നെ അവരെ സഹായിക്കാൻ അവിടെ അക്കൗണ്ടൻ്റ് ഉണ്ടാവും, വാച്ചർമാരുണ്ടാവും, ക്ഷേത്ര ജീവനക്കാരുണ്ടാവും, പിന്നെ ശാന്തിക്കാരുണ്ടാവും. അപ്പോൾ ഭക്തജനങ്ങൾ റിസീവ് ചെയ്യുക, അവരുടെ ഓഫറിങ്സ് വഴിപാടുകൾ നടത്തി അവർക്ക് പരാതിയില്ലാതെ തിരിച്ചു കൊടുക്കുക, ക്ഷേത്രത്തിൻ്റെ ക്ലീൻനെസ്, മറ്റേ കാര്യങ്ങൾ, റിച്വൽസ് നന്നായിട്ട് നോക്കുക. പിന്നെ അതുപോലെ അവിടെ ഉത്സവം കണ്ടക്ട് ചെയ്യുമ്പോൾ കുറേ അധികം ജോലികളുണ്ട്. അങ്ങനെ അതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ. സാർ പറയുന്നതിൽ വ്യക്തമാണ്. അതായത് അധികാരപരിധി കൂടുതലാണ്, അതോടൊപ്പം തന്നെ നല്ല ഉത്തരവാദിത്വമുള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. പ്രൊമോഷൻ കയറുന്നു. അതെ അതെ. അതിൻ്റെ മുകളിലാണ് അമ്പലത്തിൻ്റെ, അതിൻ്റെ തൊട്ടു മുകളിലാണ് അസിസ്റ്റൻറ്റ്. ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 1255 ടെമ്പിളാണുള്ളത്. ഇത് നമ്മൾ എടുത്ത കാലത്ത് 1700 ഉണ്ടായിരുന്നു. കുറേ ടെമ്പിൾസ് അന്ന് ഈ കന്യാകുമാരി ബൈഫർക്കേഷൻ വന്നപ്പോൾ കന്യാകുമാരി പോയി, പൂതപ്പാണ്ടി പോയി, അങ്ങനെ കുറേ മാർത്താണ്ഡം പോയി, അങ്ങനെ കുറേ ഓഫീസുകൾ പോയി. അങ്ങനെ പോയതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ 1255 ടെമ്പിൾസാണുള്ളത്. മേജർ, മൈനർ, പെറ്റി എന്നുള്ള വിവിധ കാറ്റഗറികൾ. അത് ചെറുത്, വലുത്, ഇങ്ങനെയുള്ള അതിൻ്റെ പൂജയുടെ എണ്ണം അനുസരിച്ചുള്ള പ്രാധാന്യമുള്ള അമ്പലം. അപ്പം ഈ അമ്പലം ഇത്രയും ടെമ്പിൾസിൻ്റെ അഡ്മിനിസ്ട്രേഷന് ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ഡിസ്ട്രിക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ശബരിമല സെപ്പറേറ്റ് ഒരു ഡിസ്ട്രിക്റ്റായിട്ടാക്കണം. ആ 4 ഡിസ്ട്രിക്റ്റുകളിൽ 4 ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർമാരുണ്ടാവും. ബാക്കിയുള്ളതെല്ലാം 20 റീജിയനായിട്ട് തിരിച്ച് 20 അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണറുണ്ട്. ഞങ്ങൾ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ കീഴിൽ ഒരു 4 പ്രധാനപ്പെട്ട 20, 16, 20, 25 ടെമ്പിൾസ് ഉണ്ടാവും. ഈ 25 ടെമ്പിൾ സബ് ഗ്രൂപ്പ് ഓഫീസർമാരുണ്ടാവും. സബ് ഗ്രൂപ്പ് ഓഫീസർ ഓർ LD2 ജൂനിയർ സൂപ്രണ്ട് കാറ്റഗറൈസ് ചെയ്ത ഓഫീസേഴ്സ് ഉണ്ടാവും. അവരുടെ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ലീവ്, അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ACക്ക് വരും. ഈ അമ്പലത്തിലെ കാണിക്ക വെരിഫിക്കേഷൻ ACയുടെ ജോലിയാണ്. പിന്നെ അമ്പലത്തിലെ ഈ വസ്തുക്കളിലെ വസ്തുവാദായം അത് കളക്ട് ചെയ്യുന്ന ACയുടെ പ്രസൻസ് ആവശ്യമാണ്. പിന്നെ അമ്പലത്തിൽ പറയീട് ഉത്സവങ്ങളൊക്കെ നടക്കുമ്പം ACയുടെ സൂപ്പർവിഷൻ അനിവാര്യമാവും. അപ്പോൾ അതൊക്കെയാണ്. അങ്ങനെ 20 അസിസ്റ്റൻറ്റ് ദേവസ്വം, ആകെ 79 അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണർ തസ്തികകളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇതുപോലെ തന്നെ സമാന്തരമായി ഞങ്ങളുടെ വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ചീഫ് എഞ്ചിനീയറുണ്ട്, എക്സിക്യൂട്ടീവ് 4-5 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുണ്ട്, അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുണ്ട്, 20 AEമാരുണ്ട്, ഒരു 400-ഓളം സ്റ്റാഫ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം. ഇതൊരു വലിയ ബൃഹത്തായ ഒരു പ്രസ്ഥാനം, ഒരു സ്ഥാപനം തന്നെയാണ്.
സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഡൗട്ടാണ്, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് LD/സബ് ഗ്രൂപ്പ് ഓഫീസർ അങ്ങനെയാണ് ആ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് ഈ രണ്ടും ഒന്ന് തന്നെയാണോ അതോ ഇവ തമ്മിലുള്ള വ്യത്യാസം? ഈ ഒരു വ്യത്യാസവും ഇല്ല. ഇത് ഞാൻ റവന്യൂവിൽ LD ക്ലർക്കിനെ എടുക്കുമ്പോൾ LD ക്ലർക്കിനെ തന്നെയാണ് വില്ലേജ് അസിസ്റ്റൻ്റായിട്ടും വില്ലേജ് ഓഫീസർമാരായിട്ടും പോസ്റ്റ് ചെയ്യുന്നത്. അവർ തന്നെയാണ് തിരിച്ചിവിടെ തഹസിൽദാരായിട്ടും ഡെപ്യൂട്ടി തഹസിൽദാരായിട്ടും വരുന്നത്. അതാണ് LD. ഇപ്പോൾ ഡെപ്യൂട്ടി തഹസിൽദാർ എന്ന ജൂനിയർ സൂപ്രണ്ട് കേഡറാണ്. മനസ്സിലായി. അപ്പം AC ആകുമ്പോൾ AC കേഡറിലാകുമ്പോൾ അവർ തഹസിൽദാരായി. അല്ലെങ്കിൽ അവർ ഇപ്പം ചില വില്ലേജുകൾ, ചെറിയ വില്ലേജുകൾ UD സ്റ്റാറ്റസിലുള്ള വില്ലേജ് ഓഫീസർമാരായിരിക്കും. മനസ്സിലായി. അപ്പോൾ റവന്യൂ വില്ലേജ് ഇൻ്റഗ്രേഷൻ പോലെയാണ് ഇവിടെ ദേവസ്വം ബോർഡിൽ തന്നെ സെയിമാണ്. ഇപ്പോൾ LD ക്ലർക്ക് കം സബ് ഗ്രൂപ്പ് ഓഫീസർ എന്ന് പറഞ്ഞാൽ 2 കാറ്റഗറിയിലേക്കും അവരെ വിടണം. അല്ലെങ്കിൽ ഈ റിക്രൂട്ട്മെൻറ്റ് സമയത്ത് അങ്ങനെ നോട്ടിഫൈ ചെയ്തില്ലെങ്കിൽ ക്ലർക്ക് അങ്ങോട്ടും പോകത്തില്ല, അവരിങ്ങോട്ടും വരത്തില്ല. ബിക്കോസ് ആ നിയമപ്രശ്നങ്ങളുണ്ടാവും. സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ട് എടുക്കുന്ന ഒരാളെ LD ക്ലർക്കായിട്ട് വിടും. ഞാൻ സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ടാണ് അപേക്ഷ തന്നത്, എനിക്ക് അവിടെ തന്നെ വേണമെന്ന് നിർബന്ധം. അതാണ് നമ്മൾ സ്ലാഷ് ഇട്ട് പറയുന്നത്. മനസ്സിലായി. സാർ അതേപോലെ തന്നെ ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ സാറ് കുറേ വർഷങ്ങൾ സേവനം ചെയ്തൊരു ബോർഡാണ്. അപ്പം സ്വാഭാവികമായിട്ടും നിലവിലത്തെ മാറ്റങ്ങൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്നാണ് സാർ വിലയിരുത്തുന്നത്? കാലത്തിൻ്റെ ഒരുപാട് കാലത്തിനെന്ന് വെച്ചാൽ ഒരു 30 കൊല്ലം അല്ലെ 35 കൊല്ലം മുമ്പുള്ള ഒരു കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെ ഓഫീസുകളുടെ അഡ്മിനിസ്ട്രേഷൻ്റെ സ്ഥിതിയിൽ നിന്ന് എല്ലാ ഗവൺമെൻറ് മേഖലകളിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം രാഷ്ട്രീയ സ്വാധീനങ്ങൾ കുറച്ച് അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ചേഞ്ച് അല്ലാതെ വേറെ അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സാർ അതേപോലെ മറ്റൊരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഒരു LD ആയിട്ട് കയറുന്ന ഒരാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ LD അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ട് കയറുന്ന ഒരാൾക്ക് പുള്ളിക്ക് 2 ചാൻസ് ഉണ്ട്. അതായത് ഒന്നുകിലെ പുള്ളിക്ക് ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റും, അതായത് ഹെഡ് ഓഫീസിലോ ബാക്കി അങ്ങനെയുള്ള ഓഫീസുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് ഇവരെ 2ആയിട്ട് സ്പ്ലിറ്റ് ആക്കുന്നത്? അത് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് ആണ്. ഒരു LD ക്ലർക്ക് കം സബ് ഗ്രൂപ്പ് ഓഫീസറുടെ ലിസ്റ്റ് വരും. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സെലക്ട് ചെയ്തു, ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലിസ്റ്റ് അയച്ചു. ലിസ്റ്റ് അയക്കുമ്പോൾ നമ്മുടെ ഓഫീസിൽ 30 വേക്കൻസി ഉണ്ട്. ആ വേക്കൻസി ദേവസ്വം കമ്മീഷൻ ഓഫീസിൽ വേക്കൻസി എടുത്തിട്ട് ഫസ്റ്റ് ഒരേ പോസ്റ്റിങ്ങോട്ട് ഫസ്റ്റ് റൈസ് ചെയ്ത പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഫസ്റ്റ് പേഴ്സൺ ആദ്യത്തെ സബ് ഗ്രൂപ്പ് ഓഫീസർ അയാൾ സബ് ഗ്രൂപ്പ് ഓഫീസിൽ പോകും. പിന്നെ ഓരോ വർഷവും ഇവിടെ ട്രാൻസ്ഫർ പോസ്റ്റിങ്സ് നോംസ് ഉണ്ട്. മിനിമം 3 വർഷം ഇരിക്കണമെന്ന് നിബന്ധന ഉണ്ടെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ കൊടുക്കും. ഓരോ വർഷവും ജനറൽ ട്രാൻസ്ഫർ ഉണ്ട്. അതായത് ഈ സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ട് ഒരു ക്ഷേത്രത്തിൽ പോകുന്ന ഒരാൾക്ക് തിരിച്ച് ഓഫീസിലേക്ക് വരാൻ പറ്റും. ഈസി. കാരണം ഈ ചിലപ്പോൾ വേക്കൻസി ഉണ്ട്, റിക്വസ്റ്റ് കൊടുക്കും. അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് ആണ്. അതായത് തിരിച്ചും പറ്റും. ഓഫീസിലുള്ളവർക്ക് അമ്പലത്തിൽ എൻ്റെ വീട്ടിനടുത്തൊരു അമ്പലം ഉണ്ട്, ഈ സൗകര്യമാണ്. അടുത്ത ജനറൽ ട്രാൻസ്ഫറിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക, ഓപ്ഷൻ കൊടുക്കുക, ചിലപ്പോൾ കൊടുത്തത് ജനറൽ ട്രാൻസ്ഫർ. സാറിന്റെ അഭിപ്രായത്തിൽ ഓഫീസ് വർക്കാണോ നല്ലത് അതോ? അല്ല, രണ്ടും പഠിച്ചാലേ മതിയോ. കാരണം ഓഫീസ് വർക്ക് ശീലിച്ചു പോയിരുന്ന അമ്പലത്തിൽ പോയി അവരുടെ അസിസ്റ്റന്റ് കമ്മീഷൻ ആകുമ്പോൾ ടോട്ടൽ ടെമ്പിളിന്റെ ജനറൽ അഡ്മിനിസ്ട്രേഷനാണ്. അതിലേക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അമ്പലത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയാത്ത ഒരാൾക്ക് ഒരു നല്ല അസിസ്റ്റന്റ് കമ്മീഷൻ ആവാൻ പറ്റും. അവിടുത്തെ പൂജ എന്താ, അല്ല അവിടെ ഉത്സവം എന്താണ്, ഉത്സവത്തിൽ ഉത്സവ ബലി എന്താണ്, അഷ്ടബന്ധ കലശം എന്താണ്, ടെമ്പിളിൽ ഏതെല്ലാം പൂജ നടക്കുന്നു, ഇതറിയാത്ത ഒരാൾക്ക് ഏത് മോളിലുള്ള ഉദ്യോഗത്തിലും ഡെപ്യൂട്ടി കമ്മീഷൻ ആയാലും കമ്മീഷൻ ആയാലും ഭരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി. അപ്പം നമ്മളെ ഫീൽഡ് എന്ന് പറയുന്നത് ടെമ്പിളാണ്. അപ്പോൾ ടെമ്പിൾ നോളജ് അവയർനെസ് എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്. അതാണ് ആ സ്ട്രെങ്ത്, സർവീസിൻ്റെ സ്ട്രെങ്ത്. ഓക്കെ സാർ, ഈ LD ക്ലർക്കായിട്ടോ അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ടോ കയറുന്നൊരു ഉദ്യോഗാർത്ഥി വളരെ വേഗത്തിൽ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത ഒരു 10 വർഷം കൊണ്ട് അസിസ്റ്റന്റ് ഗസറ്റ് റാങ്കിലേക്കാവും. അതായത് നോർമൽ കയറുന്ന ഒരാൾ 10 വർഷം കൊണ്ട് LD ആയി മാറുന്നു. LD ആയിട്ട് അതൊരു 2 കൺഫർമേഷൻ കഴിയുമ്പോൾ തന്നെ പോസ്റ്റ് ചിലപ്പം UD ആവും. ഈ കയറുന്ന ആളുടെ മിടുക്കുമല്ലേ. കാരണം സർവീസിൽ കയറിയ ആള് DOT ക്ലിയർ ചെയ്യും. DOT എവരി ഇയർ 2 തവണ ഡിപ്പാർട്ട്മെന്റ് അത് ക്ലിയർ ചെയ്യണം. അടുത്ത ഗവൺമെന്റ് അക്കൗണ്ട് ടെസ്റ്റ്, പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന അക്കൗണ്ട് ടെസ്റ്റ് ക്ലിയർ ചെയ്യണം, 4 പേപ്പർ. അപ്പോൾ അത് അവർ എങ്ങനെ സക്സസ്ഫുള്ളി ക്ലിയർ ചെയ്യുന്നു, ഏർലി അവർക്ക് പ്രൊമോഷൻ കിട്ടും.
അവന് റെഡിയായിരുന്നാൽ ഒരു 3 വർഷമാകുമ്പോൾ UD ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 3-3.5 കൊല്ലം. അതായത് ഏകദേശം പ്രൊമോഷൻ കഴിയുന്നതോടുകൂടി അടുത്തൊരു UD ആവും. ചിലപ്പം കൺഫർമേഷൻ ടൈമിൽ വേക്കൻസി കിടക്കും. അവർ ഈ ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ക്ലിയർ ചെയ്യുന്നതനുസരിച്ച് മേളിലോട്ട് പോയി. സാർ ഇപ്പൊ ഒരു LD ആയിട്ട് കയറുന്ന ഒരാൾ, LD ആയിട്ട് ഒരാൾ കയറുന്നു, അവിടെ നിന്ന് UD ക്ലർക്ക് ആവുന്നു. ഇപ്പൊ 2 വർഷമാണ് ഒരു പ്രൊബേഷൻ. 2 വർഷം, ഓക്കെ. അപ്പൊ UD ആവുന്നു, അത് കഴിഞ്ഞ് UD കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ HC ക്ലർക്ക് ആവുന്നു. ഹെഡ് ക്ലർക്ക് കഴിഞ്ഞ് അടുത്ത് 2 വർഷം വരുമ്പോൾ ജൂനിയർ സൂപ്രണ്ട് ആവുന്നു. ഈ ജൂനിയർ സൂപ്രണ്ട് ആയി 2 വർഷം കഴിയുമ്പോൾ അടുത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ ആവുന്നു. ഗസറ്റഡ് ഓഫീസർ. അപ്പൊ AC കഴിഞ്ഞാൽ അടുത്ത് ആവുന്നത്, AC കഴിഞ്ഞാൽ അടുത്ത ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ, ഡിസ്ട്രിക്ട് ഓഫീസർ. ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ 5 ഗ്രൂപ്പുകൾ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ 20 ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടാണ് ഈ 1254 ടെമ്പിളിനെ ബൈഫർക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നെയ്യാറ്റിൻകര മുതൽ ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പാറശാല മുതൽ പെരുമനം വരെയാണ്. തൃശ്ശൂർ പെരുമനം, പെരുമനം ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ ഒരു പൂജ ഞങ്ങൾക്കാണ്, ഒരു പൂജ കൊച്ചിൻ ദേവസ്വം. അപ്പൊ ഞങ്ങളുടെ അതിര് അവിടെയാണ്. ട്രാവൻകൂർ ടെറിട്ടറി പഴയ ഇത്ര വലിയൊരു വിശാലമായി അതാണ് നമ്മുടെ അതിര്. അപ്പൊ അത്രയും സ്ഥലത്തൊക്കെ അവർ പോകേണ്ടി വരും. അത്രേ ഉള്ളൂ സർക്കിള്, അല്ലാതെ മലബാറിലൊന്നും പോണ്ട. അല്ല സാർ, ഇപ്പൊ ആ സർക്കിൾ എങ്ങനെ വരുമ്പോൾ ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരാൾ അല്ലെങ്കിൽ കൊല്ലത്തൊരാൾ പുള്ളിക്ക് എറണാകുളത്ത് പോകേണ്ടി വരും, അവിടെ ട്രാൻസ്ഫർ എറണാകുളത്ത് പോകേണ്ടി വരും. പിന്നെ തൃശ്ശൂർ, വടക്കപ്പുറം, ഞങ്ങൾക്ക് വടക്കപ്പുറവൂരുണ്ട്, തൃക്കാരിയൂർ അസിസ്റ്റന്റ് കമ്മീഷൻ ഓഫീസുണ്ട്, ഞങ്ങൾക്ക് വൈക്കത്ത് അസിസ്റ്റന്റ് കമ്മീഷൻ ഓഫീസുണ്ട്, കോട്ടയത്തുണ്ട്, പിന്നെ തിരുവല്ലയുണ്ട്, ആറന്മുളയുണ്ട്, കൊല്ലത്തുണ്ട്, കരുനാഗപ്പള്ളിയിലുണ്ട്, പിന്നെ കൊട്ടാരക്കരയുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, നെയ്യാറ്റിൻകരയുണ്ട്, പുനലൂരുണ്ട്. ഇത്രയും 20 ഗ്രൂപ്പുകളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ ഈ 20 ഗ്രൂപ്പിൽ അസിസ്റ്റന്റ് കമ്മീഷൻ ആകുന്ന ഒരാൾ പോകേണ്ടി വരും. 3 വർഷമാകുമ്പോൾ ഓബ്ലിഗേറ്ററി ട്രാൻസ്ഫർ കിട്ടും സ്വാഭാവികമായി. അതായത് അതിനുമുമ്പ് വേക്കൻസി ഉണ്ടെങ്കിൽ ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്താൽ കിട്ടിയിരിക്കും. 10 വർഷം കൊണ്ട് ഒരാൾ AC ആയിട്ട് മാറും. പിന്നീട് അത് ഇങ്ങനെ ഇത്രയും സ്ഥലത്തോട് നമ്മൾ പോകേണ്ടി വരും. പിന്നെ അവരെ ഡെപ്യൂട്ടി കമ്മീഷണർ ആകുമ്പോൾ കുറെ വർഷം അവിടെ ഇരിക്കും. പിന്നെ കമ്മീഷണർ റാങ്കിൽ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 3 കമ്മീഷണർ തസ്തികയുണ്ട് അവിടെ. അത് 3ഉം പിന്നെ ഗവൺമെന്റിന്റെ ജോയിന്റ് ഇതിന്റെ സ്കെയിലാണ്. അപ്പോൾ 1,11,000 മുതൽ 1,56,000 രൂപ ആക്ച്വൽ വേണേൽ ഇവിടെ ഇരിപ്പുള്ളത് വേണേൽ തരാം സ്കെയില്. അതിൽ ജനറൽ കമ്മീഷണർ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, ചീഫ് എക്സിക്യൂട്ടീവിന്റെ ഒരു തസ്തികയുണ്ട്. അതിപ്പം ഗവൺമെന്റിൽ നിന്നാണ് ഡെപ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തസ്തികയ്ക്ക് മാത്രം ലാ ഗ്രാജുവേഷൻ വേണം. ബാക്കിയുള്ള 2 കമ്മീഷണർ തസ്തികയ്ക്ക് വെറും ഗ്രാജുവേഷൻ, ലാ ഗ്രാജുവേഷൻ വേണ്ട. ലാ ഗ്രാജുവേറ്റ് ആണെങ്കിൽ അയാൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജനറൽ കമ്മീഷണർ തസ്തികയിൽ കിട്ടും. ലോ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ലോ ഗ്രാജുവേറ്റ് അല്ല, വെറും ഗ്രാജുവേറ്റ് ആണെങ്കിൽ അതേ തസ്തികയുള്ള 2 തസ്തിക വേറെ ഉണ്ട്. തിരുവാഭരണം കമ്മീഷൻ സെക്രട്ടറി, ആ തസ്തികയിലേക്ക് മാറാം. സാർ, ഒരു സബ് ഗ്രൂപ്പ് ഓഫീസറുടെ അധികാര പരിധി എത്രയാണ്? സബ് ഗ്രൂപ്പ് ഓഫീസറുടെ ഒരു അധികാര പരിധി, ഒരു സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വലിയ അമ്പലവും അതിൻ്റെ ഇടയിൽ അതിൻ്റെ കീഴീട് അമ്പലങ്ങൾ എന്ന് പറയും. ഇതൊരു 8 എണ്ണം കാണും. കൊച്ചമ്പലങ്ങൾ, ഒരു നേരം പൂജയുള്ളത്, അങ്ങനെയുള്ള അമ്പലങ്ങൾ. ഇതെല്ലാം കൂടെ ചേർന്നാണ് സബ് ഗ്രൂപ്പ്. അതിന് ആ സബ് ഗ്രൂപ്പ് ഓഫീസർക്ക് ഫീൽഡ് അലവൻസുകളും PTA പെർമനന്റ് ട്രാവലിംഗ് അലവൻസും ഒക്കെ കൊടുക്കും എല്ലാ അമ്പലങ്ങളിലും പോകാൻ. അതായത് ഇത്രയും അധികാര പരിധിയുണ്ട് ഒരു വലിയ ക്ഷേത്രം. സബ് ഗ്രൂപ്പ് പ്രധാനപ്പെട്ട ക്ഷേത്രത്തിനകത്തായിരിക്കും സബ് ഗ്രൂപ്പ് ഓഫീസ് എപ്പോഴും ഉള്ളത്. അപ്പൊ അവിടുന്ന് ഇവർ വിസിറ്റ് പോകും. സാർ, അതേപോലെ തന്നെ ഒരു പ്രൊമോഷൻ കിട്ടുകയാണ്. ഇപ്പോൾ ഒരു LD ക്ലർക്ക് ആയിട്ട് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ട് കയറുന്ന ഒരാൾക്ക് ഏത് പോസ്റ്റ് വരെയാണ് പ്രൊമോഷൻ കിട്ടാനായിട്ട് സാധ്യത? അതാണ് ഞാൻ പറഞ്ഞത്. സബ് ഗ്രൂപ്പ് അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ, ഗ്രാജുവേറ്റ് ആണെങ്കിൽ കമ്മീഷണർ റാങ്കിലേക്ക്, ലാ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവായ ജനറൽ കമ്മീഷണർ തസ്തികയിലേക്ക്. പക്ഷെ അത് സ്കെയിൽ വ്യത്യാസമില്ല, സെയിം സ്കെയിലാണ്. മറ്റേ തിരുവാഭരണം കമ്മീഷണർ സെയിം സ്കെയിലാണ്. പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസ് കൂടുതലാണ്. സാർ, അതേപോലെ ഒരു വേരിയസ് LDCയുടെ ഒരു അപ്പോയിന്റ്മെന്റ് ഇരിക്കുന്നു ഇവിടെ, ഒരു ദേവസ്വം LDയുടെ ഒരു അപ്പോയിന്റ്മെന്റ് ഇവിടെ ഇരിക്കും. ഒരു കുട്ടി ഏത് ചൂസ് ചെയ്യണം? എന്തായിരിക്കും ഇതിന്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്, ഒരു പ്ലസ് ഫാക്ടർ കൊടുക്കാൻ പറ്റുന്നത്? ഒന്ന്, അത് രണ്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സ്വകാര്യ ഒരു കോസി ഗവൺമെന്റ് സ്ഥാപനമാണ്. ഇതൊരു ഗവൺമെന്റിന്റെ കരം പിരിച്ച്, പബ്ലിക്കിന്റെ കരം പിരിച്ച് നടത്തുന്ന ഒരു സ്ഥാപനമല്ല. മനസ്സിലായി. ഗവൺമെന്റിന് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേറെയാണ്. പക്ഷെ അതിനേക്കാൾ ബെറ്റർ സ്റ്റെബിലിറ്റി നമുക്കുണ്ട്. പക്ഷെ അത് അക്കോർഡിംഗ് ടു ഈ ആള് സെലക്ട് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഒരിക്കലും
ഇവിടെ സാമ്പത്തികമായി പിന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഞാനത് അറിഞ്ഞപ്പോൾ, അതായത് എന്നുവെച്ചാൽ നമ്മുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, പഴയ നമ്മുടെ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 1-ാം തീയതിക്ക് അപ്പുറം സാലറി പോയിട്ടില്ല കൃത്യമായിട്ട്. നേരത്തെ 28 ഗവൺമെന്റിലൊക്കെ 1-ാം തീയതി കൊടുക്കുമ്പോൾ ഞങ്ങൾ 28-ാം തീയതി കൊടുത്തോണ്ടിരുന്നു. ഇപ്പൊ ഞങ്ങൾ 1-ാം തീയതി കൊടുക്കും. 1-ാം തീയതി കൊടുക്കുക മാത്രമല്ല, ഇപ്പൊ ശബരിമല ഇൻകമാണ് ഇപ്പൊ ഒരു 850-1000 കോടി രൂപയുടെ ഒരു വർഷത്തെ ഞങ്ങളുടെ ടേൺ ഓവർ അതാണ്. അതിലൊരു 500 കോടി രൂപ ശബരിമല ഇൻകവും, ബാക്കി ദേവസ്വത്തിന്റെ ഒരു 250 കോടി രൂപയും, പിന്നെ ഞങ്ങളുടെ ഇൻട്രസ്റ്റും, പിന്നെ ഞങ്ങളെ ഈ വസ്തു ആദായം ഉള്ളത്, പിന്നെ ഈ അമ്പലങ്ങളിലെ ഈ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകളുടെ ലേലം, അങ്ങനെയൊക്കെ ഉള്ള ആദായം, ഇതെല്ലാമാണ് ദേവസ്വം ബോർഡിന്റെ റവന്യൂ. ഈ റവന്യൂ എല്ലാം കൂടെ ഒരു ശരാശരി 1000 കോടി രൂപയുടെ ബഡ്ജറ്റാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ളത്. പക്ഷേ ആ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമുക്ക് വേറെ ആരും ഗവൺമെന്റിൽ നിന്നൊന്നും എയ്ഡ് തരാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിത് ഖണ്ഡിതമായിട്ട് ഇതിന്റെ ഭാവിയെ സംബന്ധിച്ച് പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. ബട്ട് ഇത് ഞങ്ങളുടെയൊക്കെ സർവീസിൽ ഇത് വെച്ചുകൊണ്ട് ചില ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാം ഓവർകം ചെയ്തിട്ടുണ്ട്. ഇപ്പം സെൽഫ് സഫിഷ്യൻ്റ് ആണ് ഡിപ്പാർട്ട്മെന്റ്. മാത്രമല്ല, ഒരുപക്ഷെ ഗവൺമെന്റിനൊക്കെ ബെറ്റർ ഓപ്ഷൻസ്, ബെറ്റർ പേയ്മെന്റ്സ് ഇവിടെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് കൃത്യമായിട്ട് പെൻഷൻ എല്ലാം പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളുടെ പെൻഷൻസ് 5000 ചില്ലുവാനും പെൻഷൻസ് ഉണ്ട്. അത് ഗവൺമെന്റിന്റെ പണമൊന്നുമല്ല. ഞങ്ങളെ ഓരോ കാലത്ത് ഞങ്ങളെ പെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുണ്ട്. അതിൽ 1510 കോടി രൂപയുടെ ഇപ്പം മിച്ചം. അതിന്റെ പലിശ എടുത്താണ് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നത്. അപ്പൊ അത് സെൽഫ് സഫിഷ്യന്റ് ആണ്. മനസ്സിലായി സാർ. ഇപ്പം എനിക്കറിയാം, എന്നാലും ഒരുപാട് പേരുടെ ഡൗട്ടാണ്. അപ്പൊ സാറിന് കിട്ടിയോണ്ട് ഞാൻ ചോദിക്കാം. സാർ, ഈ പലരും പറയുന്ന ഒന്നല്ല, ദേവസ്വത്തിന്റെ ഇപ്പൊ ശബരിമല ഒരു ക്ഷേത്രം, ആ ഫണ്ട് എടുത്ത് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നത് അതിൽ ഒരിക്കലും. കാരണം അത് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് 1949 ഫസ്റ്റ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. മന്നത്ത് പത്മനാഭൻ, ആർ ശങ്കർ, ജസ്റ്റിസ് ശങ്കരനാരായണ, ഈ 3 പേരായിരുന്നു ആദ്യത്തെ ബോർഡ് പ്രസിഡന്റും മെമ്പേഴ്സും. അത് 4 വർഷമാണ് അന്ന് ടെന്യൂർ. ഇപ്പം 2 ആക്കി ഗവൺമെന്റ്, അത് 2 ആക്കി. അപ്പൊ അന്ന് മുതലേ ഈ 2 ആക്കി മീൻസ് മനസ്സിലായില്ല സാർ. അതായത് എന്ത് 2 ആക്കി? ഇപ്പൊ 2 ആക്കി 2 വർഷം. നേരത്തെ ഈ ബോർഡ് പ്രസിഡന്റും മെമ്പർമാർക്കും 4 വർഷമായിരുന്നു കാലാവധി. ഇപ്പൊ 2 വർഷമായി. ചോദിച്ചത് എന്തുവായിരുന്നു? അല്ല, ഈ 2 വർഷം കാലാവധി ഞാൻ ചോദിച്ചു. അല്ല, നേരത്തെ വേറൊരു ചോദ്യം, മെയിൻ ചോദ്യം വന്നത്. അതായത് സാർ, മെയിൻ ചോദ്യം ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ തിരിച്ച് ഫണ്ട്. ഞാൻ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു ഈ ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ. ഈ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാരെ ചേർത്ത് ഒരു കവനേറ്റിംഗ് സ്റ്റേറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പൊ രാജാക്കന്മാർ വെച്ച ഒരു കണ്ടീഷൻസ് ഞങ്ങൾ മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത രീതിയിൽ തിരുവിതാംകൂർ രാജ്യത്തിനും തിരുവിതാംകൂർ സർക്കാരിനും എന്ന് വെച്ചാൽ രാജസർക്കാരിനും കൊച്ചി രാജസർക്കാരിനും ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചോ പൊതു നിയമം അനുസരിച്ചോ ഒരു ഗവൺമെന്റ് ഒരു അമ്പലം ഭരിക്കാൻ നിയമമില്ല. അമ്പലം ഒരു വിഭാഗത്തിന്റെ ഹിന്ദുസിന്റെ ഒരു സ്ഥാപനമാണ്. അത് ഭരിക്കാൻ മതനിരപേക്ഷ സർക്കാരിന് അധികാരമില്ല. പക്ഷെ ഞങ്ങൾ ഇത് ഭരിച്ചുകൊണ്ടിരുന്നു. അതിനെ അനാഥമാക്കാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു അതിനൊരു ബോഡി ഉണ്ടാക്കാം. അങ്ങനെ ഒരു കവനുണ്ടോ, 21 സെക്ഷനുള്ള ഒരു കവനം ഉണ്ടാക്കി അവർ ഭരിച്ചിരുന്ന ടെമ്പിൾസിന്റെ അഡ്മിനിസ്ട്രേഷൻ എല്ലാ കാലത്തേക്കും ഭദ്രമാക്കി നടത്തും എന്ന് ഒരു പ്രതിജ്ഞ സെൻട്രൽ ഗവൺമെന്റ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 2 രാജാക്കന്മാരും ഈ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി VP മേനോനും ഗവൺമെന്റ് സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി ഒപ്പിട്ടൊരു കവനൻ ഉണ്ടായിട്ടുണ്ട്. അത് 1949 മെയ് 27-28 തീയതിയിലാണ് ഉണ്ടാക്കിയത്. അതിപ്പോഴും വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. ഇതിന് കാലാകാലങ്ങളിൽ വരുന്ന ഏതു മാറ്റം വന്നാലും all changes, alteration, amendments within the limitation of this covenant, within the spirit and limitation of this covenant എന്നാണ് റൂള്. കവനന്റ് അബ്സല്യൂട്ട് ആയിട്ടില്ല. അതുകൊണ്ട് ആ കവനന്റിനെ തുടർന്നാണ് HRA ആക്ട്. ആക്ടിൽ യാതൊരു കാരണവശാലും ഗവൺമെന്റ് ഇതിനകത്ത് ഒരു ഇന്റർഫിയറൻസും ഇല്ല, ഒരു ഫയൽ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇപ്പൊ ദേവസ്വം മന്ത്രിയൊക്കെ കിടന്ന് പ്രസ്താവനകൾ നടത്തുന്നത് വിളിക്കുന്നുണ്ട്. പക്ഷെ നോ ഓപ്ഷൻ, ലീഗൽ ഓപ്ഷൻസ് ഇവർക്ക് ഇത്
പൂർണ്ണമായും പെർഫെക്റ്റ് സ്വതന്ത്രമായ ഒരു ഒരു ട്രസ്റ്റിഷിപ്പാണ്. ഈ അമ്പലങ്ങളിൽ ഇരിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ മൈനറുകളാണ്. മൈനർ നമ്മൾ വീട്ടിലെ 18 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ് മൈനർ. അപ്പൊ നമ്മുടെ സ്ഥാപന സ്വത്തുകൾ മൈനറുടെ പേരിൽ നിന്ന് അച്ഛനത് വിൽക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മെമ്പർമാർക്കും ഇത് ഭരിക്കാനല്ലാതെ ഈ മൈനറുടെ സ്വത്തുകൾ ദുർവിനിയോഗം ചെയ്യാനോ തകിടം മറിക്കാനോ അങ്ങോട്ട് വിൽക്കാനോ ഒരു അവകാശമില്ല. ഇത് ഭരിക്കാം, ട്രസ്റ്റികൾ നോക്കാം, നന്നായിട്ട് കൊണ്ടുപോകും. അതിന്റെ ഫണ്ട് ഗവൺമെന്റിനല്ല ഒരു കക്ഷിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇത് ദേവസ്വം ബോർഡ് ഫുള്ളി അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. ഗവൺമെന്റ് ഞങ്ങൾക്ക് ആകെ ഒരു ബന്ധമെന്ന് പറയുന്നത് ഈ കവനന്റ് അനുസരിച്ച് ഞങ്ങളുടെ ലാൻഡുകൾ ബൈഫർഗേറ്റ് റവന്യൂ ദേവസ്വം ബൈഫർഗേറ്റ് ചെയ്തപ്പോൾ റവന്യൂവിലേക്ക് പോയ ദേവസ്വം ലാൻഡിന് തരുന്ന കോമ്പൻസേഷൻ അതാണ് ഗവൺമെന്റ് ഫണ്ടായിട്ട്. അത് 42 ലക്ഷം രൂപ ആദ്യം തന്നോണ്ടിരുന്നു, പിന്നീട് അത് 80 ലക്ഷം എന്ന് 1950 പ്രൊവിഷനാണ്. അന്നത്തെ മണി വാല്യൂ ഇപ്പൊ 100 കോടി രൂപ തരണം. ഓക്കെ, അപ്പൊ ഇപ്പോഴെത്രയാണ് ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നത്? 80 ലക്ഷം. അത് ഇവിടുത്തെ ഗവൺമെന്റ് അല്ല, സെൻട്രൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് വരുന്നതാണ്. ആർട്ടിക്കിൾ 290A ഭരണഘടന അത്ര പ്രൊട്ടക്റ്റഡ് ആ സ്ഥാപനം. സാർ, അതേപോലെ തന്നെ ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരീക്ഷകൾ നടത്തുന്ന പക്ഷേ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ്. ഈ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ തീരുമാനങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എന്തെങ്കിലും അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ? അല്ല, അതിനൊരു സ്റ്റാറ്റ്യൂട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, റിക്രൂട്ട്മെന്റ് ബോർഡ്. ഒരു സത്യം, ഈ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ HRA ആക്ടിന്റെ വയലേഷനാണ്. അത് ഏതെങ്കിലും ഹിന്ദു കോടതി പോവുകയോ ഈ ബോർഡ് കോടതി പോവുകയോ ചെയ്താൽ ഇത് പോകും. ബോർഡിൻ്റെ ഇപ്പം HRA ആക്ടിലെ ഇതനുസരിച്ച് അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൈറ്റും പ്രിവിലേജും ടു ദ ബോർഡാണ്. അത് മാറ്റിയിട്ടില്ല. പിന്നെയാണ് ഇവയിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. മാത്രമല്ല കവനന്റ് പറയുന്നുണ്ട്, ഇൻ ഫ്യൂച്ചർ എനി ഡിസ്പ്യൂട്ട് അറൈസസ്, ഒരു ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഇത് റിഡ്രസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ രാഷ്ട്രീയ സ്വാധീനം വെച്ചിട്ട് ആരും ചോദ്യം ചെയ്യാതെയും അങ്ങനെ കാലാകാലങ്ങളിൽ പോകുന്നു. പക്ഷേ കേരള ഹൈക്കോടതിക്ക് ഒരു അപ്പർ ഹാൻഡുണ്ട്. കാരണം ഇതിനകത്ത് നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് മൈനർ മൈനറാണ്. അതുകൊണ്ട് മൈനറുടെ വക യാതൊരു കാരണവശാലും വിനിമയം ചെയ്യാൻ പാടില്ല, ക്രയവിക്രയം പാടില്ല, ഏലിനേറ്റ് ചെയ്യാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. നശിപ്പിച്ചാൽ അത് കുറ്റകരമാണ്. എങ്ങനെ നിലനിൽക്കുന്ന നമ്മുടെ റൂൾ അനുസരിച്ച് ഈ അന്ധന്മാർ, ഈ ഭ്രാന്തന്മാർ അലഞ്ഞു തിരിയുന്നു. ഇവരുടെ ഗാർഡിയൻഷിപ്പ് കോടതിയാണ്. നമ്മൾ വഴിയെ പോകുന്നൊരു ഭിക്ഷക്കാരനെ തല്ലിയ തൊട്ടടുത്ത കോടതി നമുക്ക് അറസ്റ്റ് ചെയ്യാം, അവരുടെ പ്രോപ്പർട്ടിയാണ്. അതുപോലെ ഈ ഡൈറ്റിയുടെ പിന്നെ ഗാർഡിയൻഷിപ്പ് കോടതി. മനസ്സിലായി സാറേ. ഒരു ഡൗട്ട് ചോദിച്ചോളൂ സാറേ. അപ്പൊ അവിടെ അങ്ങനെ വരുമ്പോൾ ഈ ചില ക്ഷേത്രങ്ങൾ ആർമി നടത്തുന്നുണ്ട്, ഇന്ത്യൻ ആർമി നടത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പഴവങ്ങാടി ക്ഷേത്രം ഇങ്ങനെ ഇത്രയും അത് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കാലത്ത് പട്ടാളത്തിന്റെ അവിടെ അവര് പട്ടാളത്തിന്റെ പാളയം അവിടെ അവർ ആചരിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ഹനുമാന്റെയും ഗണപതിയുടെയും. അപ്പൊ അത് പാങ്ങോട്ടേക്ക് മിലിറ്ററി ഇതുകൊണ്ട് അവർ കൊണ്ടുവന്നു. ഏതൊരാൾക്കും പിന്നെ ആരാധിക്കാനും വിഗ്രഹം സ്ഥാപിക്കാനും സർവ്വസ്വാതന്ത്ര്യം, റൈറ്റ് ടു ലീവ്, റൈറ്റ് ടു വർഷിപ്പ് ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് പട്ടാളം അത് നടത്തുന്നതിന് നമുക്ക് അവരെ ചോദ്യം ചെയ്യാനോ. എനിക്ക് അത് ആക്ച്വലി ഒരു അതിശയമായിരുന്നു. മീൻസ് പാങ്ങോട് ക്ഷേത്രം ആർമിയാണ്. അത് കാരണം അത് ഇവിടെ വന്നല്ല, തിരുവിതാംകൂർ രാജ്യത്തിന്റെ പട്ടാള ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലായിരുന്നു, പാളയംകോട്. അവിടെ വെച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ഇത് ബൈഫർക്കേഷൻ വന്നപ്പോൾ കന്യാകുമാരി പോയപ്പം ഇങ്ങോട്ട് വന്നു. തിരുവിതാംകൂർ രാജകുടുംബം ഇങ്ങോട്ട് വന്നപ്പോൾ അവരത് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ ഒരു ഹനുമാന്റെ ഹനുമാൻ ക്ഷേത്രം ഇവിടെ ഇപ്പൊ അത് പട്ടാളത്തിന് അകത്തായിരുന്നു, ഇപ്പൊ അവർ അങ്ങോട്ട് മാറ്റി. അതുപോലെ ഗണപതി അമ്പലം. പക്ഷെ അവരാ പൈസയൊന്നും എടുക്കുന്നില്ല, വലിയ നല്ല റിച്ചാണ്. അവിടെ ഫണ്ടിലാണ്. ആ പൈസയൊന്നും മിലിറ്ററി മദ്രാസ് റെജിമെന്റിന്റെ കീഴിലാണ്. അവരെ പൈസയൊന്നും എടുക്കുന്നു. നല്ല ലൈബ്രറി നടത്തുന്നുണ്ട്, നന്നായിട്ട് അമ്പലം നടത്തുന്നുണ്ട്. ശരിയാ.
അതേപോലെ തന്നെ സാറേ, ഈ നിലവിലത്തെ ഒരു റിക്രൂട്ട്മെന്റ് രീതികൾ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അതൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത് എല്ലാ സ്ഥലത്തും ഈ മൂല്യച്യുതി എല്ലാ സ്ഥലത്തും നമ്മുടെ ജീവിതത്തിൽ ആകമാനം ഉണ്ടായിട്ടുണ്ട്. അതിവിടെയുണ്ട്. ഓക്കെ സാർ, അതേപോലെ ഈ പെൻഷൻ എന്ന് പറയുമ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഡൗട്ടുണ്ട്. ഗവൺമെന്റ് സർവീസിൽ കിട്ടുന്ന പോലെ തന്നെ ആ പെൻഷൻ അതേപോലെ തന്നെ ദേവസ്വം ബോർഡിലും കിട്ടാറുണ്ടോ? ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ ടോപ്പ് ടു ബോട്ടം അഡ്മിനിസ്ട്രേറ്റീവ് റൂൾസ് എന്ന് പറഞ്ഞാൽ 1974 മുതൽ KSR ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ KSR പാർട്ട് 3 ആ പെൻഷൻ റൂൾസ്. ആ പെൻഷൻ റൂൾസ് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അതായത് കൃത്യമായിട്ടൊരു ഗവൺമെന്റ് സർവീസിൽ ഒരു LD ക്ക് എത്ര കിട്ടുന്നോ അത്രയും സ്റ്റാറ്റ്യൂട്ടാണ് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് കേരള സർവീസ് റൂൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അത് ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ബൈ എ നോട്ടിഫിക്കേഷൻ. സ്റ്റാറ്റ്യൂട്ടാണത്. അത് ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതനുസരിച്ച് KSR പാർട്ട് 3 ആണ് പെൻഷൻ റൂൾസ്. അതനുസരിച്ചുള്ള പെർഫോമ അതാണ്, പെൻഷൻ കാൽക്കുലേഷൻ അതാണ്, പെൻഷൻ അതാണ്, കാലാകാലങ്ങളിലുള്ള DA അങ്ങനെയാണ്. ഒരു വരവണ്ണം വ്യത്യാസം വരത്തില്ല, അത് വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഡിസിപ്ലിനറി ശിക്ഷാ നിയമം അത് 1960 ക്ലാസിഫിക്കേഷൻ കൺട്രോൾ അപ്പീൽ റൂൾസ് അതും ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അതും ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ആ റൂളാണ്. സർവൻസ് കോൺട്രാക്ട് റൂൾസിൽ മാത്രം ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. സർവൻസ് കോൺട്രാക്ട് റൂൾസിൽ ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹിന്ദു ധർമ്മ സ്ഥാപനമായതുകൊണ്ട് ഗവൺമെന്റിനെ പോലെ അല്ലാത്ത ചില വസ്തുതകളുണ്ട്. കാരണം ഇവിടുള്ള ജീവനക്കാർ ഹിന്ദു ദേവന്മാരിലെ വിശ്വാസവും ഇതുള്ളവരെ നിയമിക്കാവും. അപ്പൊ അതുകൊണ്ട് അതിന് ചെറിയ ചേഞ്ച് വരും. നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നുണ്ട് വിശ്വാസിയായ ആൾക്കാർക്ക് മാത്രമേ. അത് കാരണം അത് നമ്മുടെ സർവീസ് കോൺട്രാക്ട് റൂൾസ് ദേവസ്വം ബോർഡിന്റെ റൂൾസ് ഉണ്ട്. അപ്പൊ അതില് ഇവരെന്ത് ചെയ്യണം, ഇവരെങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനുള്ള റൂളാണ്. അതിനകത്ത് ബോർഡിൻ്റെതായ ഹിന്ദു ധർമ്മ സ്ഥാപനം എന്നുള്ള നിലയിൽ അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. സാറേ, ഇപ്പം തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് പത്തനംതിട്ട ജില്ലയിലോ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലോ ഒക്കെയാണ് ജോലി കിട്ടുന്നതെങ്കിൽ അവർക്ക് എന്തെങ്കിലും ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ താമസ സൗകര്യങ്ങൾ അങ്ങനെ കിട്ടാൻ സാധ്യത? പലപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പല ഭാഗത്തും ഈ ഗസ്റ്റ് ഹൗസുകളുണ്ട്. പഴയ കാലത്ത് രാജാവിന്റെ കാലത്തെ ഉണ്ടാക്കിയിരുന്ന കൊട്ടാരങ്ങൾ അതിപ്പോഴും നമ്മുടെ കയ്യിൽ, പക്ഷെ പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് അല്ലത്. പക്ഷെ അവിടെ നമ്മുടെ സ്റ്റാഫും ഉദ്യോഗസ്ഥന്മാരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്വാർട്ടേഴ്സ് മസ്റ്റ് അല്ല. കാരണം അവർക്ക് HRA ഉണ്ട്. ആസിൻ ഗവൺമെന്റ് 8 കിലോമീറ്റർ സർക്കിളിൽ അവർ താമസിക്കുന്നതിന് ഗവൺമെന്റിലെ പോലെ വീട്ടുവാടക അലവൻസ് ദേവസ്വം ബോർഡിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനകത്തൊരു അനോമലിയേ ഇല്ല. ശരിയാണ്. പിന്നെ സ്ഥലം മാറ്റത്തിന് അവർക്കുള്ള പേഴ്സണൽ ഇഫക്ട്സ് കൊണ്ടുപോകുന്നതിനും ട്രാൻസ്ഫർ TA കിട്ടുന്നുണ്ട്. അവരെവിടെയെങ്കിലും പുറത്തു പോയി താമസിക്കുന്നതിൽ അതിന് ഹാൾട്ടിങ് അലവൻസ് കിട്ടുന്നുണ്ട്. അതൊക്കെ ആസിൻ ഗവൺമെന്റ്. ശബരിമല പോകുമ്പോൾ മാത്രം അവർക്ക് സ്പെഷ്യൽ ഡ്യൂട്ടീസ് ഇൻ അഡീഷൻ ടു ദ സാലറി സ്പെഷ്യൽ ഡ്യൂട്ടി അലവൻസ് കൊടുക്കും. കാരണം അത് ഹിൽ ഏരിയ ആയതുകൊണ്ട്. സാർ, അതേപോലെ ഒരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ സാർ ഇപ്പോൾ ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്ത ഒരാളാണ്, ഇത്രയും വർഷം വർക്ക് ചെയ്ത ഒരാളാണ്. സാർ എത്രത്തോളം സന്തോഷം അനുഭവിച്ചായിരുന്നു ഈ കോഴ്സിൽ? അതൊക്കെ കാരണം സംഘർഷവും സന്തോഷവും ഒക്കെ നമ്മൾ സ്വന്തം വരുത്തേണ്ടതാണ്. അപ്പൊ അത് സ്വഭാവം എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എല്ലാ സർവീസും കുറച്ച് സംഘർഷം നൽകുന്നുണ്ട്. അത് സർവീസ് ഭരിക്കുന്ന സർവീസ് റൂൾസ് അല്ല, അത് സ്ഥാപനത്തിലെ ഹെഡുകളാകാം, സഹപ്രവർത്തകരാകാം. വലിയ മാത്സര്യമുള്ളൊരു പ്രസ്ഥാനമാണ് ഈ കേരളത്തിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളായാലും ബോർഡായാലും ഇതെല്ലാം. അതിലുള്ള സംഘർഷം ഈ ജോലി ചെയ്യുമ്പോൾ ജോലിയുടെ ഒരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഏറിയും കുറഞ്ഞും എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് കാരണം അത് നമ്മുടെ ജീവനക്കാർ തന്നെ ഉണ്ടാക്കുന്നത് പരസ്പരം ആക്രമണം, പച്ചക്കങ്ങ് പറഞ്ഞ. അപ്പൊ അത് ഒരാളുടെ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യം പോലെ മാറ്റവും മതി. അതൊന്നും നമുക്ക് ഒരാൾക്ക് പറിച്ചു മാറ്റാനൊന്നും പറ്റത്തില്ല. പിന്നെ ഈ സത്യസന്ധരായ ജീവനക്കാർക്ക് ജീവിക്കാൻ പറ്റത്തില്ല പലയിടത്തും, അവരെ കെട്ടുപോകും. അതെല്ലാം ഇവിടെയുണ്ട്, അത് ഗവൺമെന്റിലും ഉണ്ട്, എവിടെയുണ്ട്. അപ്പം അതുപോലുള്ള അതൊരു സാധാരണ പ്രക്രിയയാണ്. അത് ദേവസ്വം ബോർഡിൻ്റെതായിട്ട് പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നുമില്ല.
സാറേ അതേപോലെ ഒരു ക്ഷേത്രം ഞാൻ എടുക്കുകയാണ്. ഇതിപ്പോ കുറെ കുട്ടികളുടെ ഡൗട്ട്സ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിനകത്ത് എൻ്റെ അറിവിലെന്ന് പറഞ്ഞാൽ ഒരു ശാന്തി കാണും, ശാന്തി പൂജാ കാര്യങ്ങളും ബാക്കിയെല്ലാം ശാന്തി ചെയ്യുന്നു, അടുത്തൊരു കഴകം കാണും. ഈ കഴകത്തിന്റെ ജോലി എന്തായിരിക്കും? കഴകത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ അവിടെ മാല കെട്ടിക്കൊടുക്കുക, പിന്നെ ഈ പൂജയ്ക്ക് ഈ മറ്റേ ശംഖ് വിളിക്കുന്ന സ്ഥലമുണ്ട്, പിന്നെ ചിലയിടത്ത് ഇവര് പരിസരം വൃത്തിയാക്കേണ്ട ജോലിയുണ്ട്. എന്നുവെച്ചാൽ ഈ കഴക പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ടു സപ്പോർട്ട് ഈ റിച്വൽ കാര്യങ്ങളിൽ ശാന്തിക്കാരെയും കീഴ്ശാന്തിമാരെയും തിടപ്പള്ളിയും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. കഴക പ്രവൃത്തി മനസ്സിലായി. അപ്പൊ ഈ തളിയാവുമ്പോ തളി എന്ന് പറഞ്ഞാൽ തൂത്ത് കളിക്കാൻ അത് ഈ അമ്പലങ്ങളിലൊക്കെ നമ്മൾ ബലിക്കല്ലുകളുണ്ട്. ഈ ബലിക്കല്ലുകളൊക്കെ അവര് ശ്രീബലി നടത്തുമ്പോൾ ഈ ബലി ചോറ് കൂടും, അത് തൂക്കുക, മുറ്റം തൂക്കുക, തളിക്കുക, അതാണ് അവരുടെ ജോലി. പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ ഈ പൂജയ്ക്ക് മാത്രം, ഈ പൂജയ്ക്ക് നമ്മളെ ഈ പൂജഗണങ്ങൾക്ക് ആണ് ഇത് കൊടുക്കുന്നത്. അവര് നിൽക്കുന്നതനുസരിച്ച് ഈ താളത്തിന്റെ വാദ്യത്തിലാണ് അവരിത് കഴിക്കാൻ വരുന്നത്. അതനുസരിച്ച് ആ പഞ്ചവാദ്യം പ്രയോഗിക്കേണ്ടത്, അത് പഞ്ചവാദ്യം. പിന്നെ നാസരവും തകിലും ദീപാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ്, അത് അലങ്കാര വാദ്യങ്ങളാണ്. പിന്നെ ഇത് കൂടാതെ വാച്ചറുണ്ട്. ഈ വാച്ചർ എന്ന് കേൾക്കുമ്പോഴേ സാറേ എല്ലാവരുടെ മനസ്സിനകത്ത് വാച്ച്മാൻ അങ്ങനെ വരുന്നത്, പക്ഷെ ഈ കണക്ക് നോക്കുന്ന ആളല്ലേ വാച്ചർ? അല്ലല്ല, ഈ ദേവസ്വം ബോർഡിലെ വാച്ചർ എന്ന് പറയുന്നത് നമ്മളെ ഇവരെ ഈ സബ് ഗ്രൂപ്പ് ഓഫീസറെ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൽ ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, കടമുറ ഡ്യൂട്ടി ഉണ്ട്. കാരണം ഇത് വളരെ വാല്യുബിൾസ് ആണ് അതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ കടമുറ അത് കിടക്കണം. പിന്നെ ടോട്ടലി ഈ ഭക്തന്മാരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം. മറ്റുള്ള ജീവനക്കാരൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാനും മൊത്തത്തിൽ ക്ഷേത്ര സുരക്ഷയും ഒക്കെ നോക്കാനുള്ള ചുമതല വാച്ചറുടെ. വാച്ചർ എന്ന് സെക്യൂരിറ്റി എന്നുള്ളതേ ഉള്ളൂ. അത് വലിയ മേജർ അമ്പലമെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ്, ഞങ്ങൾക്ക് പോലീസിലെ പോലെ സെക്യൂരിറ്റി ഗാർഡുണ്ട്, ഒരു 10-50ഓളം സെക്യൂരിറ്റി. പിന്നെ ഞങ്ങളെ ഈ 20 സബ് ഗ്രൂപ്പിലും 20 ഗ്രൂപ്പ് ആസ്ഥാനത്തും ഞങ്ങൾക്ക് സ്ട്രോങ് റൂമുകളുണ്ട്. സ്ട്രോങ് റൂമിൽ 24 hours വാച്ച് ഡ്യൂട്ടി ഉണ്ട്. പോലീസിലെ ശമ്പളമുള്ള ഗാർഡന്മാരാണ്. ആയുധങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അവർക്കല്ല, അവർക്ക് മറ്റേ ലാത്തി അങ്ങനെയുള്ളത് അല്ലാതെ വേറെ മറ്റേ ആയുധങ്ങളൊന്നുമില്ല. പക്ഷെ അത് ഡബിൾ ലോക്കാണ്. അത് അങ്ങനെയുള്ള 20 ഇതുണ്ട്. പിന്നെ നമ്മളെ വേറെ ഒത്തിരിയും പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒത്തിരി ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ 4 കോളേജുണ്ട്, ഒരു സ്വാശ്രയ കോളേജുണ്ട്, 18ഓളം സ്കൂളുകളുണ്ട്. ഇത് അവിടുത്തെ നിയമനം എല്ലാം ഇപ്പം കോടതി പറഞ്ഞ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടുത്തെ നിയമനമൊക്കെ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കോളേജിലെ ഇന്റർവ്യൂവും മറ്റേത് നോക്കുന്നതൊക്കെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ ഒരാള്, ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഒരു സബ്ജക്ട് എക്സ്പെർട്ട്, ബോർഡ്, ഇവരിന്നാണ് ഇന്റർവ്യൂ നടത്തുന്നത്. അവിടെ നിന്ന് പിന്നെ സ്കൂളുകൾ 18 സ്കൂളുകളുണ്ട്. പിന്നെ 2-3 പിന്നെ CBSE സ്കൂളുകളുണ്ട്, അത് അൺഎയ്ഡഡാണ്. ഇത് 18 എയ്ഡഡ് സ്കൂളുകളാണ്. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് പ്രസ്സുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ക്ഷേത്ര കലാകാരന്മാരെ അഭ്യസിക്കുന്ന ക്ഷേത്ര കലാപീഠം എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് അത് വൈക്കത്താണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു സാംസ്കാരിക വിഭാഗമുണ്ട്, ഒരു കൾച്ചറൽ ഡയറക്ടറുണ്ട്. അതിൻ്റെ കീഴിൽ ലൈബ്രറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കീഴിൽ ഈ മാസികകൾ പുറപ്പെടുവിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്, നല്ലൊരു പ്രസിദ്ധീകരണ വിങ്ങുണ്ട്. ഇങ്ങനെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ വേണ്ട എല്ലാ ഫെസിലിറ്റീസും, റെക്കോർഡ് റൂം, അങ്ങനെ എല്ലാം അവിടെയുണ്ട്. അതൊരു സമാന്തരമായ സംഭവം തന്നെ. സാറേ ഒരു ചോദ്യം, അത് ആക്ച്വലി പൊതുജനങ്ങൾ ഒരു പക്ഷേ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഒരു ആക്ഷേപം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട നിയമനങ്ങൾ സുതാര്യമായിട്ടാണോ നടക്കുന്നത്? സാറിന് എന്ത് തോന്നുന്നു? ഇത് എല്ലാ കാലത്തും, ആദ്യകാലത്ത് ഇത് ദേവസ്വം ബോർഡ് ഇവരെ വില്ലും ഇതും അനുസരിച്ചാണ് നടത്തിക്കൊണ്ട് ഒരു അപേക്ഷ മേടിക്കുക, ചുമ്മാ അപ്പോയിന്റ് ചെയ്യുക. അത് ഗവൺമെന്റിലും അങ്ങനെയായിരുന്നു. പോലീസിൽ അപ്പോയിന്റ്മെന്റ് PSC ആയിരുന്നു. ഒരു ഡിപ്പാർട്ട്മെന്റും പോസ്റ്റിംഗ് നടത്തിയിരുന്ന ആദ്യകാലത്ത്. ഇത് വളരെ ഗവൺമെന്റിന് 56 സർക്കാർ സംസ്ഥാന ഗവൺമെന്റ് വന്നു. ഗവൺമെന്റിനേക്കാൾ എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്. അപ്പൊ അന്ന് ഈ നിയമനം പ്രാകൃതമായിട്ടായിരുന്നു നടത്തിയിരുന്നത്. അന്ന് ക്വാളിഫിക്കേഷൻ നോക്കണം, നിന്നെ സബ് ഗ്രൂപ്പ് ഓഫീസർ ആക്കിയിരിക്കുന്നു, നിന്നെ AC ആക്കിയിരിക്കുന്നു, അങ്ങനെ. പിന്നീട് അതിനെല്ലാം വ്യവസ്ഥയുണ്ടായി. ഇപ്പൊ 1950 HRA ആക്ട് വന്നപ്പോൾ ആക്ടിന്റെ റൂൾ വന്നപ്പോൾ റിക്രൂട്ട്മെന്റ് റൂൾ ഉണ്ടായി, ക്വാളിഫിക്കേഷൻ ഉണ്ടായി,
എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്, എല്ലാത്തിനും ക്വാളിഫിക്കേഷൻ വെച്ചു വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയത് ആ കാലത്ത് 54 കാലത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നത്, റൂള് വന്നത്. അന്ന് മുതൽ അതങ്ങനെ. പിന്നെ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കോടതി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടായി. ഈ റിക്രൂട്ട്മെന്റ് ബോർഡ് സുതാര്യമാണെന്നോ എന്നൊന്നും ഇത് മറ്റേ എല്ലാം സത്യസന്ധമായി നടത്തുന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. മനുഷ്യ സഹജമായ വീഴ്ചകൾ എല്ലാ സ്ഥലത്തും കാണും. മനസ്സിലായി. പക്ഷെ ഒരു ബാക്ക് എൻഡ് എഡിഷൻ നടത്താൻ പറ്റുമോ സാർ ഇപ്പോഴത്തെ ഒരു നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ? അതായത് പരീക്ഷ എഴുതാത്തൊരു കുട്ടിയെ ജോലിക്ക് കയറ്റുക? ഒന്നും പറ്റത്തില്ല. കാരണം ഇത് വളരെ സെൻസിറ്റീവ്. ഇത് ഗവൺമെന്റിനെ പോലും അല്ല. ഞാൻ നേരത്തെ വിശദീകരിച്ചു, ലോകത്തൊരിടത്തും ഇല്ലാത്ത തരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കേരള ഹൈക്കോടതിയിൽ ഒരു ഡിവിഷൻ ബെഞ്ച് പ്രവർത്തിക്കുന്നു. അത് ദേവസ്വം ബോർഡിന്റെ ഒരു യൂണിക് പ്രാധാന്യമാണ്. മനസ്സിലായി. അപ്പൊ അത് വളരെ സെൻസിറ്റീവാണ്. അവിടെ ഏതൊരു ഹിന്ദു ഭക്തനും കൊണ്ട് കേസ് കൊടുക്കാം. പെറ്റീഷൻ അയച്ചാൽ അവർ കൺസിഡർ ചെയ്യും. പിന്നെ ഒരു ഓംബുഡ്സ്മാൻ വർക്ക് ചെയ്യുന്നുണ്ട്, കോടതി നിയമിച്ച്, അവിടെ പരാതി കൊടുക്കാം, അത് ക്ലിയർ ചെയ്യും. അപ്പം അങ്ങനെ ഒരുപാട് മെഷർ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഇതിനു വേണ്ടി ഒരു ഡിവിഷൻ ബെഞ്ച് ഇരിക്കുന്നത്. പക്ഷെ അതൊക്കെ എല്ലാം ഉണ്ടെങ്കിലും പ്രശ്നങ്ങളും ഉണ്ട്. മനസ്സിലായി. സാർ, ഒരു വനിത ജോലിയിലേക്ക് പ്രവേശിക്കാണ് സാർ സങ്കല്പിച്ചു. ഇപ്പോൾ വനിതകൾക്കാണെങ്കിൽ അവരുടേതായ ബുദ്ധിമുട്ടുകൾ ആ ദിവസങ്ങൾ അല്ല, അവർക്ക് അതിന് അവരുടെ പീരീഡ്സ് സമയത്ത് അവർ കാശുലാഭത്തി കൊടുക്കുന്നുണ്ട്. 5 ദിവസം സാലറിയോട് കൂടി തന്നെ കൊടുക്കുന്നുണ്ട്. നേരത്തെ സ്ത്രീകളെ ക്ഷേത്ര സർവീസിൽ വിട്ടിരുന്നില്ല, ഓഫീസ് സർവീസിലായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു 15 വർഷത്തിന് മുമ്പാണ് അവരെ ക്ലെയിം ചെയ്തു, അവരെയും കൊടുക്കാൻ തുടങ്ങി. വേറെ പ്രശ്നങ്ങളൊന്നും അത് ഉണ്ടാക്കുന്നില്ല. പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ആണെന്നാണ് എൻ്റെ. കാരണം അവര് ഭക്തരായതുകൊണ്ട് അവർ 2 നേരം അമ്പലത്തിൽ പോകും. നമ്മുടെ സബ് ഗ്രൂപ്പ് ഓഫീസർമാർ പലപ്പോഴും ഒരു നേരം അവിടെയൊക്കെ തല കാണിക്കുന്നവരും ഉളപ്പുന്നവരും കൂടുതലല്ല. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല, അവർ കൂടുതൽ പോകും. അപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ സാർ, എനിക്കല്ല എല്ലാവർക്കും ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു സബ് ഗ്രൂപ്പ് ഓഫീസറിന്റെ ചുമതലയാണ്. ഇപ്പോൾ രാവിലെ ഒരു ശാന്തി ക്ഷേത്രം തുറക്കുന്നു. ക്ഷേത്രം തുറന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തെ നടയടച്ച് താക്കോല് സബ് ഗ്രൂപ്പ് ഓഫീസർക്കാണ് കൊടുക്കേണ്ടത്? ഇല്ല, അതൊന്നുമില്ല. ഇല്ല. അത് അമ്പലത്തിന്റെ ഓരോ ടെമ്പിളിലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിന്റെ പ്രാധാന്യം വെച്ച് മൈനർ, മേജർ തുടങ്ങിയ അതനുസരിച്ച് അതിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഫിക്സ് ചെയ്ത ടൈമിന് കുറച്ച് നേരത്തെ ശാന്തിക്കാരൻ വേണം, അത് കഴിഞ്ഞ് ജീവനക്കാർ വരണം. ഇവരൊക്കെല്ലാം തന്നെ പല ഒരു നേരം പൂജയുള്ള അമ്പലം 8:30 ആകുമ്പം അടയ്ക്കും. ചില 2 നേരം പൂജയുള്ള അമ്പലം ഒരു 10:30 ആകുമ്പോൾ അടയ്ക്കും. പ്രധാനപ്പെട്ട അമ്പലങ്ങളെ 11-11 വരെ അടയ്ക്കും. പിന്നെ അവരുടെ ഡ്യൂട്ടി ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന 5 മണിക്ക്. അപ്പൊ ഈ മിഡ് ടൈം അവർക്ക് റെസ്റ്റാണ്. സബ് ഗ്രൂപ്പ് ഓഫീസർക്ക് റെസ്റ്റാണ്. സബ് ഗ്രൂപ്പ് ഓഫീസറും വേണ്ട, പുള്ളിയും ഈ ടെമ്പിൾ വർക്ക് ചെയ്യുന്ന സമയം ടെമ്പിളിൽ മതി. പിന്നെ വേറെ ജോലി ഉണ്ടാവും. രാവിലെ അമ്പലം തുറക്കുമ്പോൾ കാണണമെന്നാണ്. പക്ഷെ അവര് കുറച്ച് സമയമൊക്കെ മാറ്റിയെടുക്കും. പിന്നെ അവർക്ക് വേറെ കുറെ ഈ റെക്കോർഡ്സ് ഒക്കെ എഴുതാനും ഒക്കെ ആയിട്ട് ചിലപ്പോൾ അവർ ഈ അമ്പല സമയം കഴിഞ്ഞാലും അവിടെ ഇരിക്കേണ്ടി വരും. ഈ ജീവനക്കാരുടെ ശമ്പളം, മറ്റേതിന് അവരുടെ ലീവ്, മറ്റേ അവരുടെ സർവീസ് ബുക്കിന്റെ പീരിയോഡിക്കൽ ഇൻക്രിമെന്റ്, പ്രൊമോഷൻസ്, അതിന്റെ ഫിക്സേഷൻസ്, അങ്ങനെയൊക്കെയുള്ള ജോലികൾ അവർക്കുണ്ടാവും. പിന്നെ അമ്പലത്തിലെ മൊത്തം പണികളും ഉണ്ടാവും. ഈ പൂജാ സാധനങ്ങൾ വാങ്ങിച്ച് സപ്ലൈ ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ സമയം ചിലപ്പോൾ എടുക്കേണ്ടി വരും. എന്തായാലും അവരുടെ വർക്കിംഗ് ടൈം ടെമ്പിൾ വർക്കിംഗ് ടൈം. സാർ, അതേപോലെ തന്നെ ഇപ്പം നിലവിലത്തെ എക്സാമുകളിലൊക്കെ, ഈ ദേവസ്വം ബോർഡ് എക്സാമുകളിലൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കിന് ഭയങ്കരമായ പ്രാധാന്യമുണ്ട്. അതായത് ക്ഷേത്ര കാര്യങ്ങളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ദേവസ്വം ബോർഡുകളെ കുറിച്ചിട്ടും ഒക്കെ അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അതിൽ ആധികാരികമായ ഒരു കുട്ടി പഠിക്കേണ്ട ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ്, നമ്മുടെ ഹിന്ദു ധർമ്മ പരിചയം എന്നൊക്കെ പറഞ്ഞ ചില പുസ്തകങ്ങൾ നേരത്തെ ഇപ്പൊ ഒരുപാട് മാർക്കറ്റ് ഈ ക്ഷേത്രാചാരങ്ങളെ പറ്റിയുള്ള പുസ്തകമുണ്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ നമ്മുടെ നട്ടലിലുള്ള ഷഡാധാരങ്ങളെ ആശ്രയിച്ചാണ് അതിൻ്റെ പ്രതിഷ്ഠ വരുന്നത്. നമ്മുടെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന് പറയുന്നത് നമ്മുടെ ചക്രങ്ങൾ. അതേ ശാസ്ത്രമാണ് ക്ഷേത്ര പ്രതിഷ്ഠകളിൽ ഉള്ളത്. അവിടെയും പീഠം, പത്മം, കൂർമ്മരൂപം, നാഗരൂപം, വെള്ളിശകലം, സ്വർണശകലം, നാളം, വിഗ്രഹം, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് ശരിക്കും മനുഷ്യ ശരീരമാണ് ക്ഷേത്ര ശരീരം.
നമ്മുടെ അവിടെ നട്ടലിനെയാണ് ആ കൊടിമരം റെപ്രസെൻ്റ് ചെയ്യുന്നത് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ട് കയറിപ്പോന്ന ആ ബലിക്കല്ലിൻ്റെ അവിടെ നിന്നും വിഗ്രഹം വെച്ചേക്കുന്ന പാദം വരെയാണ് അതിൻ്റെ ലെങ്ത്. അല്ലെങ്കിൽ ഈ ദ്വാരം ശ്രീകോവിലിൻ്റെ കവാടത്തിൻ്റെ ലെങ്തിൻ്റെ 7 ഇരട്ടി 9 ഇരട്ടി 11 ഇങ്ങനെ കൂടി. ഇതെല്ലാം തന്നെ നമ്മുടെ റൂൾസിൽ ക്ലാസിഫൈഡ് ആണ്. എവറിത്തിങ് എന്നുവെച്ചാൽ ടെമ്പിൾ നടത്തുന്ന വരാനിരിക്കുന്ന എന്ത് കാര്യവും അതിൽ ഈ നമ്മുടെ പഴയ കാലത്ത് അവർ തയ്യാറാക്കിയ ഈ ദേവസ്വം ആക്റ്റും റൂൾസിലും ഇല്ലാത്ത ഒന്നുമില്ല. ഒരു ഉത്സവ കാലത്ത് കൊടി പൊട്ടി വീണാൽ എന്ത് വേണമെന്ന് ഇതിനകത്ത് എഴുതി വെച്ചു. ക്ഷേത്ര കുളത്തിൽ ഒരു ജീവി എത്താൻ എന്ത് വേണം, മനുഷ്യൻ വീണി എത്താൻ എന്ത് വേണം, എല്ലാം അതിനകത്തോട്ട് ആരും എങ്ങോട്ടും തിരക്കേണ്ട, ഇത് വായിച്ചാൽ മതി. പക്ഷെ അത് വായിക്കുന്നവർ എത്ര ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ശരിയാണ്. അപ്പോൾ സാർ, ഒരു ദേവസ്വം എംപ്ലോയിക്ക് കിട്ടുന്ന പ്രിവിലേജ് എന്തൊക്കെയായിരിക്കും സാർ? ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളിക്ക് ഏത് ക്ഷേത്രത്തിൽ പോയാലും ഒരു ക്യൂ ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ പോയി തൊഴാൻ പറ്റും. മാത്രമല്ല ബാക്കി എന്താ പറയാ, ഒരു പ്രിവിലേജ് കിട്ടും. എന്തൊക്കെയായിരിക്കും അതൊരു പ്രിവിലേജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഹിന്ദുക്കളുടെ ഇടയിൽ നമുക്ക് ചിലപ്പോൾ നമ്മളിപ്പോ ഒരു അമ്പലത്തിൽ നമ്മൾ നടത്തുന്ന ഒരു ഉത്സവത്തിന്റെ ഘോഷയാത്ര പോകും. അപ്പൊ അത് ലീഡ് ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ ഭക്തജനങ്ങളുടെ നിന്നും ഒരു ബഹുമതി. പിന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലെ സബ് ഗ്രൂപ്പ് ഓഫീസർ അല്ലെങ്കിൽ പഴയ കാലത്ത് ക്ലാസ് ഇത് ചെയ്യുന്ന ശ്രീകാര്യം എന്ന ഇപ്പോഴാണ് സബ് ഗ്രൂപ്പ് ഓഫീസറായത്. അവർക്ക് വലിയ ബഹുമാനമാണ്. ആ നാട്ടിലുള്ള തർക്കങ്ങളും വീട്ടു പിണക്കങ്ങളും ഒക്കെ തന്നെ അവരെടുത്ത് പോകും. അവരെ എല്ലാവരും ഒരു ഈശ്വരന്റെ പ്രതിനിധിയായിട്ട് അംഗീകരിക്കുന്ന ചില പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. ചിലയിടത്ത് തിരിച്ചുകൊണ്ട് പച്ചയ്ക്ക് ചീത്തയും പിടിക്കും. പക്ഷേ കമ്പാരിറ്റീവ്ലി ഒരു നല്ല സബ് ഗ്രൂപ്പ് ഓഫീസർ, നല്ല ഒരു ഉദ്യോഗസ്ഥൻ ക്ഷേത്ര കാര്യങ്ങളും ഭക്തജനങ്ങളും ക്ഷേത്രം പരിസരവും ഒക്കെ വൃത്തിയായും ക്ലീനായും സൂക്ഷിക്കുകയും പൂജകൾ കൃത്യമായി നടത്തുകയും വഴിപാട് നടത്താൻ ആവശ്യപ്പെടുന്ന വഴിപാടുകൾ കൃത്യമായി ചെയ്യുകയും അവരോട് മാന്യമായി പെരുമാറുകയും ചെയ്താൽ അയക്ക പ്രദേശത്ത് വലിയൊരു അപ്രിസിയേഷൻ, വലിയൊരു പദവിയാണ്. ആ രീതിയിൽ ഒരു ദൈവത്തിന് തുല്യമായ ആ രീതിയിലായിരിക്കും ആളുകൾ. പുറത്തായാൽ പോലും പലർക്കും വലിയ ബഹുമതിയാണ് കിട്ടുന്നത്. എല്ലായിടത്തും അങ്ങനെ കിട്ടണമെന്നില്ല. പക്ഷെ അത് അവന്റെ പ്രവൃത്തി പോലും. പ്രവൃത്തി ദൂഷ്യം വന്നതിനെ കെട്ടിയിട്ടടിച്ചിട്ടുമുണ്ട്. അങ്ങനെ സംഭവം. സാർ ഏത് പോസ്റ്റിലാണ് സർവീസിലേക്ക് കയറിയത്? ഞാൻ സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ട് കയറി. ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് ക്ലറിക്കൽ കേഡറിലേക്ക് അബ്സോർവ് ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇൻസ്പെക്ഷൻ വിഭാഗത്തിന്റെ ഹെഡായിട്ടാണ്, ഇൻസ്പെക്ഷൻ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടാണ് റിട്ടയർ. ഓക്കെ സാറേ, ഇപ്പൊ അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് സാറിന് എന്താ പറയാനുള്ളത്? സാറിന്റെ ലൈഫിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ. അല്ല, ഇത് കാരണം നമ്മളിപ്പോൾ ജോബ് ചാൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ റെയറാണ്. തീർച്ചയായിട്ടും. പിന്നെ ഗവൺമെൻറ്റിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ സെലക്ട് ചെയ്ത് റിക്രൂട്ട് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ലിസ്റ്റുകൾ പലപ്പോഴും പകുതി പോലും നിയമനം. ഇവിടെ ലിസ്റ്റ് ഫുള്ള്. അതൊന്ന്. രണ്ട്, പിന്നെ ഈ ഒരു നമ്മുടെ ഹിന്ദു ധർമ്മം, ചരിത്രം, നമ്മുടെ ദർശനങ്ങൾ, ഭാരതീയത, ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ, അത് ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു പരിസ്ഥിതി ഇതിൽ കിട്ടും. അവർക്ക് വളരെ സംതൃപ്തമായ ഒരു ഔദ്യോഗിക ജീവിതം ലഭിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മക്കളെ, നമ്മൾ നിങ്ങളുടെ ഒരുപാട് ഡൗട്ട്സ് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്കും ഒരുപാട് പ്രയോജനം ചെയ്ത് കാണും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, അപ്പോൾ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ വേറെ ഒന്നുമില്ല, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.